നമസ്കാരം. യശ്രീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി നമ്മൾ അതിൽ അഡിഷനും സബ്സ്ട്രാക്ഷനും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെട്രിക്സിന്റെ ഓപ്പറേഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഏതാ നോക്കാൻ പോകുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ അറിഞ്ഞാലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ എക്സാമിന് 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സിൽ ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, എങ്കിലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വീഡിയോ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ചോദിച്ചാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നും വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഓൾറെഡി മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഫോർ എക്കണോമിക്സ് സെമസ്റ്റർ 4ൻ്റെ കംപ്ലീറ്റ് നോട്ട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ നോട്ട്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും ടെലഗ്രാം ചാനലിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ്. നമ്മൾ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും ഒരു റൂളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ റൂളെന്ന് പറഞ്ഞാൽ ഓൾറെഡി മെട്രിക്സിൻ്റെ എല്ലാ ഓപ്പറേഷൻസിനും ഓരോ റൂളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കും, അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മളൊരു റൂളായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്, അല്ലേ? അപ്പോൾ റൂളായിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചത്. അത് ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തായിരുന്നു അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ പഠിച്ചപ്പോൾ ഉള്ള റൂള്? നമുക്കറിയാം, മെട്രിക്സ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യും. ഇനി മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലോ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാണും. അപ്പോൾ ഇതിനെയാണ് ഞാൻ റൂളെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ഇതുപോലെ വളരെ രസകരമായിട്ടാണ് നമ്മൾ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനും ചെയ്യുന്നത്. അതിന്റെ റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂള് ഇങ്ങനെയാണ്: ടേക്ക് ഈച്ച് റോ ആൻഡ് മൾട്ടിപ്ലൈ വിത്ത് ഓൾ കോളംസ്. ഈസി അല്ലേ? അപ്പോൾ മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് കാണാൻ പറഞ്ഞാലോ, ഇപ്പോൾ ഞാനിത് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ എക്സാമിന് പോകുമ്പോൾ രണ്ട് മെട്രിക്സ് തന്നിരിക്കും, മെട്രിക്സ് എയും മെട്രിക്സ് ബിയും. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മെട്രിക്സ് എന്നായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് അയ്യോ നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആരും വരരുത്. മൾട്ടിപ്ലൈ ചെയ്യാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രോഡക്റ്റ് കാണാൻ പറഞ്ഞാൽ എന്താ അവിടെ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ, ആ മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് കാണാൻ വേണ്ടിയുള്ള റൂൾ ഏതാണ്? ടേക്ക് ഈച്ച് റോ ആൻഡ് മൾട്ടിപ്ലൈ വിത്ത് ഓൾ കോളംസ്. ഓരോ റോയും എടുക്കുക, എന്നിട്ട് ഓരോ കോളവും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ കൺഫ്യൂഷൻ വന്നു കാണും. കുറച്ച് പേർക്കെങ്കിലും എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് കാണാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ അതിൻ്റെ സ്റ്റെപ്പാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് എക്സസൈസും അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിളും ഒക്കെ ചെയ്ത് പഠിക്കുമ്പോഴേക്കും എങ്ങനെയാണ് മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് കാണുക എന്നുള്ളത് നമ്മൾ നല്ല തറവായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്റ്റെപ്പ് കമ്പൾസറി മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പലരും പക്ഷേ എക്സാമിന് അശ്രദ്ധ കൊണ്ടൊക്കെ തെറ്റിച്ച് വെക്കാറുണ്ട്. ചിലപ്പോൾ സ്റ്റെപ്പ് അറിയായിരിക്കും, പക്ഷേ അശ്രദ്ധ കാരണം തെറ്റിപ്പോവും. അപ്പം ആ ഒരു അബദ്ധം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. സോ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, നമ്മൾ എന്ത് മനസ്സിലാക്കി വെക്കുക? സ്റ്റെപ്പുകൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
അപ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മലയാളത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. കുറച്ച് കൂട്ടുകാരൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് മലയാളത്തിലൊക്കെ വീഡിയോ ഇടാവോന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ അതിലെ വേർഡ്സ് മാത്രമല്ലേ ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത്, ബാക്കി കംപ്ലീറ്റ് ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത്. അപ്പോൾ വേർഡ്സ് മലയാളത്തിലാക്കി പിന്നെ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അല്ലെങ്കിൽ എക്സാമിന് ചിലപ്പോൾ പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് മാക്സിമം ടെക്സ്റ്റിലുള്ള വേർഡ്സ് തന്നെ യൂസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ പറയാൻ ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ മലയാളത്തിലൊക്കെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു 3x3 ഓർഡറിലുള്ള മെട്രിക്സ് ആണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് മെട്രിക്സ് എയും മെട്രിക്സ് ബിയും തന്നിട്ടുണ്ട്. ഈ മെട്രിക്സുകളെന്ന് വെച്ചാൽ 3x3 ഓർഡറിലുള്ള 2 മെട്രിക്സുകളാണ്. നമ്മളോട് അതിൻ്റെ പ്രോഡക്റ്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ബി, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എയുടെ, കണ്ടോ ദേ, മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയെ മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയെ മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളം കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക? മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയെ മെട്രിക്സ് ബിയുടെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയെ ആദ്യം ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത് സെക്കൻഡ് കോളം കൊണ്ട്, മെട്രിക്സ് ബിയുടെ ആണ് കേട്ടോ, മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയെ മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളം കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞ് സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ നമ്മൾ തേർഡ് കോളം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴേക്കും ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? നമുക്ക് 2 മെട്രിക്സ് തന്നിട്ടുണ്ട്, മെട്രിക്സ് എയും മെട്രിക്സ് ബിയും. നമ്മളോട് ഇതിന്റെ പ്രോഡക്റ്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയെ മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, തേർഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു, ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പാണ് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയാണ് എടുത്തത്. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മെട്രിക്സ് എയുടെ സെക്കൻഡ് റോയാണ് എടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോ എടുക്കുന്നു, സെക്കൻഡ് സ്റ്റെപ്പിൽ മെട്രിക്സ് എയുടെ സെക്കൻഡ് റോ എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് റോ, മെട്രിക്സ് എയുടെ സെക്കൻഡ് റോയെ മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ മെട്രിക്സ് എയുടെ സെക്കൻഡ് റോയെ മെട്രിക്സ് ബിയുടെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ മെട്രിക്സ് എയുടെ സെക്കൻഡ് റോയെ മെട്രിക്സ് ബിയുടെ തേർഡ് കോളം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി തേർഡ് സ്റ്റെപ്പിലാണെങ്കിലോ മെട്രിക്സ് എയുടെ തേർഡ് റോയെ നമ്മൾ ആദ്യം മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ദെൻ നമ്മൾ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതിനുശേഷം തേർഡ് കോളം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. സ്റ്റെപ്പ് വൈസ് മനസ്സിലാക്കാനാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് പറയുമ്പോഴും നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പൊതുവേ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുമ്പോഴും കാര്യങ്ങൾ അധികം ഒന്നും മനസ്സിലാവാറില്ല. സോ നമുക്ക് അടുത്തെന്ത് ചെയ്യാം? നമുക്കൊരു എക്സസൈസ് ചെയ്തു നോക്കാം. അതും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് പക്ക ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസിലോട്ട് പോയാലോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു അടിപൊളി എക്സാമ്പിൾ എടുത്തു വെച്ചിട്ടുണ്ടേ. ഓക്കെ, ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെയാണ് ആൻസർ ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു പ്രോഡക്റ്റ് ഓഫ് മെട്രിക്സ് കാണാൻ പറഞ്ഞാൽ നമുക്കറിയാം മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയണം എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് പ്രോഡക്റ്റ് കാണാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്
ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ട് ചെയ്യാതെ തിരിച്ചു വരും, എന്നിട്ട് പറയും ടീച്ചർ അതൊന്നും പഠിപ്പിച്ചില്ലായിരുന്നു എന്ന്. ഓക്കെ, അങ്ങനെയുള്ള ഒത്തിരി പേരെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ദയവ് ചെയ്ത് ആരും പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല എന്ന് പറയരുത്. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് മെട്രിക്സ് എ 1 3 2 0 2 1 0 5 3 and matrix B 3 1 2 4 2 3 4 -1 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മെട്രിക്സ് എയും തന്നിട്ടുണ്ട്, മെട്രിക്സ് ബിയും തന്നിട്ടുണ്ട്. അതിന്റെ പ്രോഡക്റ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് മെട്രിക്സുകളുടെയും ഓർഡർ എത്രയാണ്? നമ്മൾ എങ്ങനെയാ ഓർഡർ കാണുന്നത്? നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് അല്ലേ? ഇവിടെ നോക്കിക്കേ, മെട്രിക്സ് എയ്ക്കും മെട്രിക്സ് ബിക്കും എത്ര റോ ഉണ്ട്? 1 2 3. ഇനി എത്ര കോളംസ് ഉണ്ട്? 1 2 3. അപ്പോൾ നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ 3 റോയും 3 കോളവും ഉള്ള രണ്ട് മെട്രിക്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അവയുടെ ഓർഡർ എന്ന് വെച്ചാൽ 3 ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 3 ഓർഡറിലുള്ള ഈ മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? എ ഇൻറ്റു ബി യെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി എന്ന് എഴുതാം. സോ നമ്മൾ എങ്ങനെയാ എഴുതുക? ആൻസർ എഴുതുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദ മെട്രിക്സ് എ ബി ഈസ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇനിയാണ് നമ്മൾ പഠിച്ചു വെച്ച സ്റ്റെപ്പ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയെ മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പഠിച്ചത്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോ, മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോ. ഇതിനെ നമ്മൾ ഏതുകൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആദ്യം മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. 1 ഇൻറ്റു 3. 1 ഇൻറ്റു 3. അതിനോടൊപ്പം അടുത്ത് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു 3 പ്ലസ് ഇനി 3 ഇൻറ്റു 4. കണ്ടോ? 3 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു 4. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഞാൻ എങ്ങനെ എടുത്തതെന്ന്? നമ്മൾ ആദ്യം മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോ എടുത്തു, അതിനെ മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളം കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ മെട്രിക്സ് എയിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ നമ്മൾ മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. ഇവിടുത്തെ സെക്കൻഡ് എലമെന്റിനെ ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടുത്തെ തേർഡ് എലമെന്റിനെ ഇവിടുത്തെ തേർഡ് എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സമ്മാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇതിന്റെ സമ്മാണ് നമുക്ക് ആക്ച്വലി ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോ ഇതാണ്. മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയെ നമ്മൾ മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 4 3 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു 4 അപ്പോൾ നമുക്ക് ഒരെണ്ണമായി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയെ മെട്രിക്സ് ബിയുടെ സെക്കൻഡ് കോളം കൊണ്ട് അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയെ മെട്രിക്സ് ബിയുടെ സെക്കൻഡ് കോളം കൊണ്ടാണ് അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാ? 1 ഇൻറ്റു 1. കണ്ടോ ഇവിടെ എഴുതിയത്? 1 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 2. കണ്ടോ? 3 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു -1. 2 ഇൻറ്റു -1. അപ്പൊ ഞാൻ ഇത് ബ്രാക്കറ്റിൽ കൊടുത്തേക്കാൻ എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളും എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് നെഗറ്റീവ് സൈൻ വരുന്നിടത്തൊക്കെ ഇതുപോലൊരു ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകത്തില്ല. മറ്റത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് സൈൻ ഇട്ടിരുന്നാലും ചിലപ്പോൾ ആ എക്സാമിന്റെ ടെൻഷന്റെ പുറത്തൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി നെഗറ്റീവ് വാല്യൂ വരുമ്പോഴേക്ക് ഇതുപോലെ ബ്രാക്കറ്റിനുള്ളിലാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. അതൊരു ടിപ്പാണ്. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം മിസ്റ്റേക്ക് വരുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ.
മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയെ നമ്മളിപ്പോൾ മെട്രിക്സ് ബിയുടെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ അതും കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയെ മെട്രിക്സ് ബിയുടെ തേർഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എങ്ങനെ വരും? 1 into 2 1 into 2 plus 3 into 3 3 into 3 plus 2 into 1 2 into 1. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോ കൊണ്ടുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. അവിടെ നമ്മൾ എന്താ ചെയ്യുക? മെട്രിക്സ് എയുടെ സെക്കൻഡ് റോയെ നമ്മൾ ആദ്യം മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ നമ്മൾ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ തേർഡ് കോളം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. എന്താണ്? മെട്രിക്സ് എയുടെ സെക്കൻഡ് റോയെ നമ്മൾ മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളം കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ നമ്മൾ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ നമ്മൾ തേർഡ് കോളം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ സെക്കൻഡ് റോയിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 0, 2, 1. അപ്പൊ ഇതുകൊണ്ട് ആദ്യം നമുക്ക് മെട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതെങ്ങനെയാ ചെയ്യുക? 0 into 3 0 into 3 പ്ലസ് 2 into 4 2 into 4 പ്ലസ് 1 into 4 1 into 4. ഇനി നമുക്ക് ഈ സെക്കൻഡ് റോയെ ഇവിടുത്തെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെ വരും? 0 into 1 പ്ലസ് 2 into 2 പ്ലസ് 1 into -1. കണ്ടോ? അപ്പൊ നമുക്ക് സെക്കൻഡ് റോയെ നമ്മൾ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് റോയെ തേർഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0 into 2 പ്ലസ് 2 into 3 പ്ലസ് 1 into 1. അങ്ങനെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തു. ഇതുവരെ നമ്മൾ എന്തൊക്കെയാ ചെയ്തത്? മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോയെ മെട്രിക്സ് ബിയുടെ 3 കോളംസും കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ മെട്രിക്സ് എയുടെ സെക്കൻഡ് റോയെയും മെട്രിക്സ് ബിയുടെ 3 കോളംസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? മെട്രിക്സ് എയുടെ തേർഡ് റോയെ നമ്മൾ മെട്രിക്സ് ബിയുടെ 3 കോളംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇതിനെ ഫസ്റ്റ് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്? 0 into 3 പ്ലസ് 5 into 4 പ്ലസ് 3 into 4. അടുത്തോ നമുക്ക് സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0 into 1 പ്ലസ് 5 into 2 പ്ലസ് 3 into -1. കണ്ടോ? അപ്പൊ നമ്മൾ തേർഡ് റോയെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുക? തേർഡ് റോയെ തേർഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു നോക്കാം. 0 into 2 പ്ലസ് 5 into 3 പ്ലസ് 3 into 1. ഓക്കെ, അപ്പൊ നമ്മൾ 3 സ്റ്റെപ്പും ചെയ്തു കഴിഞ്ഞു. നമ്മൾ മെട്രിക്സ് എയിലെ ഓരോ റോയെയും മെട്രിക്സ് ബിയിലെ എല്ലാ കോളംസും വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് മൾട്ടിപ്ലിക്കേഷന്റെ റൂള് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടേക്ക് ഈച്ച് റോ ആൻഡ് മൾട്ടിപ്ലൈ വിത്ത് ഓൾ കോളംസ്. ഓരോ റോയെയും എല്ലാ കോളംസും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതാണ് മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ. ആരും മറന്നു പോകരുത്. ഓരോ റോയെയും നമ്മൾ എല്ലാ കോളംസും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പൊ നമ്മളിവിടെ ഓരോ റോയെയും ഈ 3 കോളംസ് വെച്ചും മൾട്ടിപ്ലൈ ചെയ്ത് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കണ്ടോ, നമ്മൾ ഇതിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതാണ് നമ്മളിവിടെ പ്ലസ് ഇട്ട് കൊടുത്തത്. കണ്ടല്ലോ, നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മ് കണ്ടുപിടിക്കാം. അപ്പൊ 1 into 3 എത്രയാണ്? 3 പ്ലസ് 3 into 4 എത്രയാണ്? 12 പ്ലസ് 2 into 4 എത്രയാണ്? 8. അപ്പൊ അതായി. ഇനി അടുത്തത് നോക്കാം. 1 into 1 1 പ്ലസ് 3 into 2 6 പ്ലസ് 2 into -1. 2 into -1 എന്ന് വെച്ചാൽ നമുക്കറിയാം 2 into -1 എന്ന് വെച്ചാൽ -2 ആണ്. അപ്പൊ ഇവിടെ പ്ലസും മൈനസ് സൈനും കൂടെ വന്നാലും മൈനസ് ആയി പോവും. സോ നമുക്ക് 6 - 2 എന്ന് ആൻസർ വരും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. 1 into 2 2 പ്ലസ് 3 into 3 9 പ്ലസ് 2 into 1 2.
ഇനി ഇവിടെ നോക്കാം. 0 into 3 0, 2 into 4 8, 1 into 4 4. ഇവിടെയോ 0 into 1 0, 2 into 2 4, 1 into -1 എത്രയാണ്? -1. ഇനി അടുത്ത് നോക്കാം. 0 into 2 0, 2 into 3 6, 1 into 1 1. ഇനി നമുക്ക് ഇവിടെ നോക്കാം. 0 into 3 0, 5 into 4 20, 3 into 4 12. ഇവിടെയോ 0 into 1 0, 5 into 2 10, 3 into -1 -3. അപ്പൊ നമുക്ക് ഇതിന്റെയും കിട്ടി. ഇനിയോ 0 into 2 0, 5 into 3 15, 3 into 1 3. അപ്പൊ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും സമ്മ് കാണാനുള്ള സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ എടുത്തെഴുതിയത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 3 + 12 + 8 നമുക്ക് എത്രയെന്ന് കിട്ടും? 23 എന്ന് ആൻസർ കിട്ടും. 1 + 6 - 2. അപ്പൊ 1 + 6 എത്രയാണ്? 7 ആണ്. 7 - 2 എത്രയാണ്? 5. അപ്പൊ നമുക്ക് അതിന്റെ ആൻസറും കിട്ടി. ഇനിയോ 2 + 9 + 2 നമുക്ക് എത്ര കിട്ടും? 13 എന്ന് ആൻസർ കിട്ടും. ഇനി 0 + 8 + 4 എത്രയാണ് ആൻസർ? 12 ആണ് ആൻസർ. ഇനി 0 + 4 - 1 എത്രയാണ്? 3. 0 + 6 + 1 നമുക്ക് എത്ര ആൻസർ കിട്ടും? 7 എന്ന് ആൻസർ കിട്ടും. 0 + 20 + 12 നമുക്ക് എത്ര ആൻസർ കിട്ടുക? 32 എന്ന് ആൻസർ കിട്ടും. ഇനി 0 + 10 - 3 നമുക്ക് എത്ര ആൻസർ കിട്ടുക? 7 എന്ന് ആൻസർ കിട്ടും. 0 + 15 + 3 നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 18 എന്ന് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് മെട്രിക്സ് എയുടെയും മെട്രിക്സ് ബിയുടെയും പ്രോഡക്റ്റ് നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 23 5 13 12 3 7 32 7 18. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടാണ് മെട്രിക്സിന്റെ പ്രോഡക്റ്റ് കാണുന്നത്. അതിന്റെ സ്റ്റെപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ റൂള് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് സ്റ്റെപ്പ് തെറ്റിപ്പോവാതെ ചെയ്യുക. ഓക്കെ, നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഓരോ റോയെയും 2 മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മെട്രിക്സിന്റെ ഓരോ റോയെയും അടുത്ത മെട്രിക്സിന്റെ എല്ലാ കോളംസും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോ പൊതുവെ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ ഭാഗത്ത് നിന്ന് ഒത്തിരി ഡൗട്ട് മിക്ക കുട്ടികളും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, നമുക്ക് നോക്കാം, നമുക്ക് അതിന്റെ ആൻസർ കണ്ടുവെത്താൻ പറ്റുമെന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷന്റെ ഭാഗത്ത് നിന്ന് 100% ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് ആരും അതിനിങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയില്ല. അഡിഷനും സബ്ട്രാക്ഷനും ഒന്നും പഠിച്ച പോലെ അല്ല, കുറച്ച് ടഫായിട്ടുള്ള പോർഷനാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന പോർഷനും കൂടെയാണ്. വെറുതെ കളയരുത്. അതുകൊണ്ട് എല്ലാവരും പഠിക്കണം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കുക. ഇനി ടെക്സ്റ്റ് ഇല്ലാത്തവർ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ചെയ്തൊക്കെ പഠിക്കുക. ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഇനി ഇതിന്റെ ഒരുപാട് എക്സസൈസ് ചെയ്ത നോട്ടാണ് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ ഈ പ്രോഡക്റ്റ് കാണാനുള്ള ഭാഗത്ത് നിന്നും മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോളോയിങ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് മെട്രിക്സ് എയും മെട്രിക്സ് ബിയും തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. പിന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളൊന്ന് ചുറ്റിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ഫൈൻഡ് എ ബി ആൻഡ് ബി എ എന്ന് തരും. എന്നിട്ട് എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ കൂടി ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ളതും കൂടെ ഒന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ മൾട്ടിപ്ലിക്കേഷനെ പഠിച്ചോളൂ, ഞാൻ ഇത്രയും വലുതൊന്നും പഠിച്ചിട്ടില്ല എന്നൊന്നും ആരും വിചാരിക്കരുത്. എ ബി കാണാൻ പറഞ്ഞാൽ ആദ്യം എയുടെ റോ കൊണ്ട് ബിയുടെ കോളംസിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. ഇനി ബി എ ആണ് കാണാൻ പറയുന്നതെങ്കിൽ ബിയുടെ റോ കൊണ്ട് എയുടെ കോളംസിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അത് ചെയ്തു വരുമ്പം എ ബിയുടെ ആൻസർ ആയിരിക്കില്ല നമുക്ക് ബി എക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഈക്വൽ ആയിട്ടുള്ളത് കിട്ടാം. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്.
സോ അത് നോക്കിയിട്ട് അവർ നോട്ട് ഈക്വൽ എന്നാണ് പ്രൂവ് ചെയ്യാൻ പറയുന്നതെങ്കിൽ അങ്ങനെ പ്രൂവ് ചെയ്യുക. ഇനി അല്ല ഈക്വൽ എന്നാണ് പ്രൂവ് ചെയ്യാൻ പറയുന്നതെങ്കിൽ അങ്ങനെ. അപ്പോൾ പ്രോഡക്റ്റ് കാണാൻ ഈസിയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ചോദിച്ചാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.